ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഒരു കിച്ചൺ വീഡിയോ തന്നെയാണ്. നമ്മളുടെ സ്കൂളൊക്കെ ഓപ്പണായി, അപ്പോൾ സ്കൂൾക്ക് പോണൊരു കുറച്ച് വീഡിയോസാണ് കേട്ടോ. സ്കൂൾക്ക് പോകുന്നത് വരെയുള്ള ചെറിയൊരു വീഡിയോസാണ് കേട്ടോ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ലിനുവിന് പുതിയ ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. അതാണ് രാവിലെ മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇന്നലെ മേടിച്ച ചെരുപ്പായതുകൊണ്ട് തന്നെ കാലിലിട്ടിട്ടുണ്ട്. എനിക്കും അവൾക്കും സെയിം ചെരുപ്പാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. പിന്നെ രാവിലെ ആൾക്ക് കട്ടൻ ചായയും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയ സ്നാക്സും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾക്ക് ഇവിടെ 6:20 മദ്രസ. അപ്പോൾ നമ്മൾ നേരത്തെ എണീപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് പിന്നെ മഫ്തയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ ചായ വേണമെന്ന് പറയും, പക്ഷെ കുടിക്കൂല കേട്ടോ. ഇഷ്ടപ്പെട്ട സ്നാക്സ് അല്ലെങ്കിൽ ആൾ കഴിക്കൂല, ചായ കുടിക്കൂല കേട്ടോ. ആൾക്ക് റസ്ക്, ബിസ്ക്കറ്റ്സ് അങ്ങനെ ഏതെങ്കിലും സ്നാക്സാണ് ഇഷ്ടം. അപ്പോൾ മദ്രസക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി കൊടുക്കുക. എന്നിട്ടാണ് എനിക്ക് കിച്ചണിൽ കയറാൻ. ഞാനിപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ചെറുപയർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവൾ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെക്കാൻ വേണ്ടി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ആൾ ഉമ്മച്ചിയെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ അരിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമൽ എങ്ങനെയാണ് ഒരു ചെറുപയർ കറി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പോൾ എല്ലാവരും വീട്ടിൽ നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കുന്നതാണല്ലോ, സെയിം വേ തന്നെയാണ്. കാരണം നമ്മൾ ഉള്ളി വാട്ടും, തക്കാളി ഇടും, അതുപോലെ കറിവേപ്പില. കറിവേപ്പില എനിക്ക് മസ്റ്റാണ് കേട്ടോ എല്ലാ കറിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ അപ്പം പോയി പൊട്ടിച്ചുകൊണ്ടിട്ട് ചെറിയൊരു തൈ തന്നെയാണ്, എന്നാലും എനിക്ക് കറിവേപ്പില ഞാൻ ഇതുവരെയും അത് തന്നെയാണ് എടുക്കുന്നത്, ചെറിയൊരു തൈ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കറിവേപ്പില ഇല്ലാത്ത ടൈമിൽ ഞാൻ വേഗം പോകും. കയ്യിൽ കത്രിക ഉണ്ടാവും കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് എളുപ്പം എന്നുള്ളത് നമ്മൾ പൊട്ടിക്കലാണല്ലോ, അപ്പോൾ വേഗം പൊട്ടിച്ചു പോരുട്ടോ. എപ്പോഴും കാക്കു പറയും കട്ട് ചെയ്താൽ മതി, എന്നാലും അവിടുന്ന് പുതിയ തളിര് വരുള്ളൂ എന്ന്. പക്ഷെ ഞാൻ പോയിട്ട് പൊട്ടിച്ചു പോരാറാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളുടെ ചെറുപയർ കറിക്കുള്ള മസാലകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മോനും എനിക്കും മോൾക്കും ഫുഡ് ഉണ്ടാകണം കേട്ടോ. അപ്പോൾ നമ്മൾ മോനൊരു 7:10 ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ട്യൂഷൻ പോകും. പിന്നെ അവിടുന്ന് അങ്ങനെയാണ് സ്കൂളിൽ പോകുക. അപ്പോൾ 7:10 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ അവനക്ക് കൊണ്ടുപോകേണ്ട ലഞ്ചൊക്കെ റെഡി ആവണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തലേ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. ഉപ്പേരിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇപ്പോൾ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ രാത്രിയാണ് കേട്ടോ മേടിച്ചു വന്നത്. പിന്നെ ഞാൻ അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നില്ല. രാവിലെ എണീറ്റ് നേരത്തെ പയർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും അവനക്ക് പോകാൻ വേണ്ടി നേരം വഴുകി കുറച്ച്. പിന്നെ ചായ വെച്ചു, കറി വെച്ചു, ഇപ്പോൾ പയർ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ചെറുപയർ കറി വെച്ചാൽ അതൊരു വെച്ച പാത്രത്തിൽ തന്നെ വെച്ചിരിക്കില്ല. എന്ത് കറി വെച്ചാലും എനിക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ നമ്മളുടെ പയർ കുക്കറിൽ ഇടാറില്ല. എന്നിപ്പോൾ അവനക്ക് നേരം വഴുകുകയാണ് ഉമ്മച്ചിയെന്ന് പറഞ്ഞതുകൊണ്ട് വേഗം ഞാൻ പയർ കുക്കറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ആവി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. ജസ്റ്റ് 1 വിസിൽ കൂക്കാൻ വേണ്ടി നിൽക്കില്ല. ജസ്റ്റ് ഒരു ആവി വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യും. പിന്നെ ഇത് നമ്മളുടെ മൂത്തച്ഛൻ്റെ വീട്ടിലുള്ള മുളകാണ് കേട്ടോ. ഇത് വെച്ച് ചമ്മന്തി അരച്ച അടിപൊളിയാണ്. നമുക്ക് പണ്ടത്തെ ആൾക്കാർ പറയില്ല, ഒരു പറ എന്ന് പറയുന്ന പോലെ ഒരു പറ ചോറുന്നു, അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു വെള്ളമുളകാണ്, എല്ലായിടത്തും കാണാറുണ്ട്, കോമൺ ആണ്, റയറൊന്നുമല്ല, എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് അത് പൊട്ടിച്ചു വന്ന് വീടിനകത്ത് കയറാൻ കേട്ടോ. ഇത് നമ്മൾ പിന്നെ സുർക്കിയിലിടുക, അതുപോലെ ഉപ്പിലിടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ ഞാൻ ഇതിൻ്റെ മുൻപുള്ള വീഡിയോസിലൊക്കെ പറയാറുണ്ട്, എനിക്ക് അച്ചാറോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ നിർബന്ധമാണ് കേട്ടോ. അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ചമ്മന്തി മിസ് ചെയ്യുന്ന വിളിക്കും. എനിക്കത് മസ്റ്റാണ്. പിന്നെ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ എനിക്ക് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ ഉള്ള ഫീല് അത് വേറൊരു രസമാണ് കേട്ടോ. രസം മീൻസ് കഴിക്കാൻ നാവിൽ വെള്ളമൂറും എന്നൊക്കെ പറയില്ല, അങ്ങനെയുണ്ട്. ചമ്മന്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, സ്കൂളിലൊക്കെ എല്ലാവരും ചമ്മന്തി മിസ് ചെയ്യുന്ന വിളിക്കുക. എന്നാൽ അവരിൻ്റെ ചമ്മന്തിക്ക് വേണ്ടി തല്ലിയിരിക്കും, അങ്ങനെയാണ്. നല്ല അടിപൊളി ചമ്മന്തികൾ ഞാൻ വെറൈറ്റി ആയി ഉണ്ടാക്കി കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഇന്ന് നമ്മുടെ ചെറുപയറിലേക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ദോശയാണ്. അപ്പോൾ ദോശ
തലേദിവസം നമ്മൾ അരച്ച് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മാത്രമായിട്ട് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ദോശയിൽ എനിക്ക് നെയ്യ് എന്ന് പറയുന്ന സംഭവം ഇഷ്ടമാണ്, അതുകൊണ്ട് നെയ്യ് ഒഴിച്ച് ഒഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മളുടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചമ്മന്തി അരച്ചതിന് ശേഷം കുറച്ച് ടൈം പച്ച വെളിച്ചെണ്ണ വീഴ്ത്തിയിട്ട് അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ മിക്സിയിൽ ജാറിന്ന് എടുത്തത്. ഇതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കിച്ചൻ്റെ അതാപ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ രാവിലെ തൊട്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി, അതുപോലെ സ്കൂളിൽ കൊണ്ടുപോകേണ്ട ലഞ്ചും ആയിട്ടോ, അപ്പോഴേക്കുള്ള പാത്രമാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലോകമടി എനിക്ക് വേറെ ഒന്നുമില്ല. അതെന്താ കാര്യം എനിക്കറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് എത്ര വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കും. അതുപോലെ വീട് നീറ്റായിട്ട് തട്ടിക്കൊട്ടി അടിക്കാനും അതുപോലെ കഴുകി വൃത്തിയാക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു മടുപ്പാണ് കേട്ടോ. ഞാൻ ചില സമയങ്ങളിൽ കാക്ക നാട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ കഴുകി തരുമെന്ന് ചോദിക്കും. അപ്പോൾ എന്നോട് പറയും മര്യാദക്ക് കഴുകിക്കോന്ന് പറയട്ടോ. പിന്നെ ഞാൻ മസാല സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മസാല, ഉള്ളിയും പച്ചമുളക്, നമ്മുടെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം അതൊക്കെ അരച്ച് വെച്ചു. പിന്നെ ഇപ്പോൾ സിങ്കത്തെ പാത്രം നമ്മൾ കഴുകല്ലാതെ വേറെ ആരും വന്ന് നമുക്ക് കഴുകി തരുമൊന്നുമില്ല. അമ്മായിമാർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അവരെങ്കിലും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ തന്നെ മുഴുവൻ കഴുകി വെച്ചിട്ടോ. മടി ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ തന്നെ കഴുകി വെക്കണം. അപ്പോൾ അതാണ് എൻ്റെ കിച്ചൻ്റെ കോലം. നീറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് പെരുന്നാൾക്ക് കിട്ടിയ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. ഞാൻ പുറത്തേക്കൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ നിന്ന് കുറച്ച് തണുപ്പ് പോകാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം വിചാരിച്ചു കുറച്ച് കട്ട് ചെയ്തിട്ട് കറി വെക്കാമെന്ന്. പിന്നെ വിചാരിച്ചു പെരുന്നാൾ തൊട്ടിട്ട് ഇതുവരെയും കറിയൊക്കെ ഇല്ലായിരുന്നു, അപ്പോൾ കുട്ടികൾക്ക് ചില്ലിയാക്കി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ കിച്ചൺ ക്ലീനാക്കി വന്നപ്പോഴേക്കും ഒരു തല മുതൽ ഒരു തല വരെ എന്ന് പറയുന്ന പോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ലീനുട്ടി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പരത്തി വെക്കുക എന്ന് പറയുന്നതിനെ ദേഷ്യം, എന്നാലും ആളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. വീണ്ടും ആൾ പരത്തിയും കൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഇവിടെ കേട്ടോ കിടക്കാറ്, ഞാനും ലീനും അതുപോലെ മോനും. അവിടെ പോകുന്ന ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നേരാക്കാനുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് തുണികൾ ഷെഡിൽ നിന്ന് ഉണങ്ങിയ തുണികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മടക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് പണികൾ ഇനിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബീഫ് ചില്ലിയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര വേഗം തുടച്ച് പോകണമെന്ന്. അതല്ല കേട്ടോ, നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് വേണ്ടാന്ന് വിചാരിച്ച് സ്പീഡ് കൂട്ടി വെച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് പോറാവണ്ട. പിന്നെ ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ലീനുട്ടിക്ക് സ്നാക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കിയാറും നമ്മളുടെ ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് അവളുടെ ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ബോക്സിലാക്കി കൊടുത്ത് എൻ്റെ അടുത്ത് വരും കേട്ടോ, വെച്ച് കുറച്ച് ഉപ്പുമുളക് കൂട്ടി തരുമോ, കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്തി തരുമോ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു കുറച്ച് ഷെഗിലെന്ന് പറയുന്ന പോലെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി അതിൻ്റെ ഫ്ലേവർ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വേഗം ഞാൻ അതിന് കുറച്ച് ബീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മോൻ പോയപ്പോഴത്തേന് ഇതായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് മസാല തിരുമ്പി നമുക്ക് ബീഫ് ചില്ലി ഉണ്ടാക്കാം. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും മോളുടെ യൂണിഫോം അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രിക്റ്റാണ്. പ്രോപ്പർ യൂണിഫോം വേണം, 2 സൈഡ് കോംബ് ചെയ്യണം, വൈറ്റ് ആക്സസറീസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്കേർട്ടിലുള്ള ഞെറിവില്ലേ, അത് ശരിക്ക് ക്ലിയർ ആയിട്ട് അയൺ ചെയ്യണം. അങ്ങനെയുള്ള ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് വരുമ്പോഴേക്കും നമുക്ക് ലീനുവിൻ്റെ ഹെയറൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആളുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ റെഡി ആവുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് വീഡിയോ ആയില്ല, അതുകൊണ്ട് എന്തോ മിസ്സായി. പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട ചോറ് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ബീഫ് ചില്ലി എടുത്തു. ലീനുട്ടിൻ്റെ അത് ബോക്സ് ഞാൻ ലീനുട്ടിൻ്റെ ലഞ്ച് ബോക്സിൽ ഞാൻ ചോറാക്കുന്നത് ഉണ്ടായിരുന്നു, അത് വീഡിയോ കിട്ടിയില്ല തോന്നുന്നു. പിന്നെ ഞാൻ പയറുപ്പേരി, അതുപോലെ ബീഫ് ചില്ലി, പിന്നെ നമ്മളുടെ നല്ല ചമ്മന്തി ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലീനുട്ടി ബീഫ് ചില്ലി കഴിക്കുന്നുണ്ട്. പിന്നെ അവളുടെ ബോട്ടിൽ വെള്ളം നിറച്ച് കൊടുത്തു. ഇപ്പോൾ ഇത് ആൾക്ക് പുതിയ ബാഗ് മേടിച്ചാണ് കേട്ടോ. 2-3-4 ബാഗ് കയ്യിലുണ്ട് കഴിഞ്ഞ വർഷത്തേക്ക്. പക്ഷെ അതൊന്നും വേണ്ട, പുതിയ ബാഗ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഞാൻ ഇന്നലെയാണ് കേട്ടോ മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ആളുടെ ഒരു
കുറച്ച് കോപ്രായത്തരങ്ങൾ എന്ന് പറയില്ല, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ വലിയ ഹാപ്പിയിലായിരുന്നു പുതിയ ബാഗൊക്കെ മേടിച്ചു കൊടുത്തുകൊണ്ട്. ഞാൻ മേടിക്കുന്നില്ല ഇത്തവണ എന്ന് വിചാരിച്ചത്. പിന്നെ ആൾ കരയുന്നത് കൊണ്ട് കാക്കു പറഞ്ഞെന്ന് അവൾക്ക് ഒരു ബാഗ് മേടിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ വന്ന് എൻ്റെ ഫുഡും റെഡിയാക്കിയിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.